the story about my teeth, a long journey, 2 or 2.5 years ലൈഫ് ഇപ്പോഴും അതേ അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു. ഒന്നുമല്ല, എന്റെ പല്ലിന് റീറ്റൈനർ, അതായത് കമ്പി ഇട്ടതിന്റെ കഥയാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. ഹു റിപ്പീറ്റഡ്ലി ആസ്ക് മീ ആൻഡ് ടെൽ മീ അബൌട്ട് യുവർ ടീത്ത് ട്രാൻസിഷൻ, അതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ ഡീപ്പായിട്ട് പറയും. ഞാൻ ഇൻസ്റ്റയിൽ ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആൾ മേ ബി അത് കണ്ടിഷ്ടമായിട്ടായിരിക്കും പറഞ്ഞത്. സോ നമ്മൾ അങ്ങനെ ഇതാക്കാൻ പാടില്ലല്ലോ, സോ നമ്മൾ അങ്ങനെ തഴയാൻ പാടില്ലല്ലോ. സോ ലെറ്റ് മീ ടോക്ക്. എൻ്റെ പല്ലിൻ്റെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3 to 4 years ആയി ഞാൻ എൻ്റെ പല്ലിനെ കമ്പിയിട്ടിട്ട്. മൈ ഒറ്റ മൈൻഡ് ഈസ് എ ബിഗ് പ്രശ്നം ഹേ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു സാധനം കുറെ കാലം ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നത്. എനിക്ക് എന്തായാലും പല്ലിനെ ക്ലിപ്പിടാം, എന്താ അതിന്റെ സൈഡ് എഫക്റ്റ് അല്ല, അത് ചെയ്താൽ എന്തൊക്കെ ആയി തീരാ അതൊന്നും അറിയില്ല. മെഡോണൻ അറിയോ, ഫിലിം ആക്ടർ. ആ ഒരു ആക്ടറിന്റെ കണ്ടിട്ടാണ് എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇടണം എന്ന് നിർബന്ധമായത്. ദ ടീത്ത്, ദ അലൈൻസ് ഡിഫറെന്റ്, വേറെ തന്നെ ലെവലാണ് ആള് ടീത്ത് അലൈൻ ചെയ്തതാന്നൊക്കെ ഞാൻ ഒരു ഇന്റർവ്യൂല് കണ്ടിരുന്നു. സോ എനിക്ക് അപ്പോഴേ ഒരു തന്നെ എന്റെ പല്ലിന്റെ ഫ്രണ്ടില് 2 ഭാഗം ഇങ്ങനെ ജസ്റ്റ് ക്രോസ് ആയിട്ടായിരുന്നു, പിന്നെ കുറച്ചൊരു ഉന്തല് ഫ്രണ്ടിലേക്ക് ആയിട്ടായിരുന്നുള്ളത്. അപ്പൊ എനിക്ക് ഈ ഫോട്ടോസിനൊക്കെ പോസ് ചെയ്യുന്ന സമയത്ത്, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, ഫോട്ടോസിന് പോസ് ചെയ്യുമ്പോൾ എന്തോ ഇവിടെ ഇങ്ങനെ ഉന്തിക്കുന്ന പോലെയൊക്കെ എനിക്ക് തോന്നും. അപ്പൊ അതൊരു എനിക്ക് ഡിസ്കംഫർട്ട്, അൺസെക്യൂരിറ്റി ആയിട്ട് എനിക്ക് തോന്നാറുണ്ടായിരുന്നു. എനിവേ എനിക്ക് എന്തായാലും ക്ലിപ്പ് ഇട്ടേ പറ്റുള്ളൂ എന്ന് ഞാൻ വീട്ടിൽ കുറെ പറഞ്ഞു. ഉമ്മ പറഞ്ഞു എന്തിനാണ് അതിന്റെ ആവശ്യമുണ്ട്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഓക്കെ അല്ലേ, എന്തിനാ നമ്മൾ ഓൾറെഡി ഉള്ളത് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് കാര്യമുണ്ടെന്നൊക്കെ. അപ്പൊ ഫസ്റ്റ് ഒക്കെ ഞാൻ അങ്ങനെ തിങ്ക് ചെയ്തു. പിന്നെ ഞാൻ റീതിങ്ക് ചെയ്തു, വൈ നോട്ട്, എന്തായാലും എനിക്ക് ചെയ്യണം, എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, എനിക്ക് എന്തായാലും ചെയ്യണം എന്നുള്ള ഒറ്റ വാശിയിൽ ഞാൻ ഇറങ്ങിയതാണ്. ഡോക്ടറെ ഞാൻ പോയി കണ്ടു. ഒറ്റ മൈൻഡിൽ തന്നെ 4 പല്ലെടുത്തു. അതായത് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞ് 4 പല്ലെടുക്കണം, ഗ്യാപ്പില്ല, മൗത്തിന്റെ ഉള്ളിൽ ഗ്യാപ്പില്ല, പല്ല് മൊത്തമായിട്ട് നിറഞ്ഞു എടുക്കാണ് എൻ്റെ മൗത്തിൽ നിന്ന്. സോ അതുപോലെ തന്നെ ഈ ഒറ്റ മൈൻഡ് തന്നെ മൂവ് ഓൺ ചെയ്തു. നമ്മൾ 4 പല്ലെടുത്തു, സന്തോഷമായി. 4 ത്രികോണ പല്ലുകൾ പോയി. ഒരുമാതിരി മമ്മൂട്ടിന്റെ ഫീൽ ആണ്. ഇവിടെ ഇല്ല തൊള്ള തുറന്ന് ചിരിക്കാൻ വരെ സത്യമാണ് നല്ല മടിയായിരുന്നു ആ സമയത്ത്. ബട്ട് നമ്മൾ ഫ്യൂച്ചറിലേക്ക് നോക്കി, എന്താ വെച്ചാൽ കാര്യം ചെയ്യുന്നതിനൊക്കെ ഒരു ബെനിഫിറ്റ് ഉണ്ടാവുന്നുള്ള ഒറ്റ ഉറപ്പുണ്ട്. അതങ്ങോട്ട് മൂവ് ഓൺ ചെയ്തു. പിന്നെ പല്ലിന് ക്ലിപ്പിട്ടു, 2 കൊല്ലം അങ്ങനെ അങ്ങോട്ട് പോയി. സത്യം പറഞ്ഞാൽ ഗൈസ്, പച്ചിലൊക്കെ കഞ്ഞി കുടിച്ചിട്ടേ ജീവിച്ചത്. എന്താ വെച്ചാൽ കഞ്ഞിലൂടെ വേറെ കുടിക്കാൻ നിവർത്തില്ല. ഞാൻ ഈ ഒരു ക്ലിപ്പിട്ടത് കാരണം 60 കിലോ ഉള്ള ഞാൻ ഒരാഴ്ച കൊണ്ട് തള്ളല്ല. ആൾക്കാർ പല ആളുകൾക്ക് കണ്ട്, നിങ്ങൾ ഈ വീഡിയോ എത്ര വരെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, പക്ഷെ നിങ്ങൾ കണ്ടപ്പോൾ തള്ളാന്ന്. ഒരിക്കലും ഞാൻ തള്ളല്ല. 8 ദിവസം കൊണ്ട് 1 വീക്ക് 8 ദിവസം, ആ ദിവസം കൊണ്ട് ഞാൻ 8 കിലോനാണ് പറഞ്ഞത്, 52ലേക്ക് എത്തി. ഇറ്റ് എഫക്ട് മീ എ ലോട്ട്. ഹെയർ ഫോൾ വരാൻ തുടങ്ങി, വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി, മുട്ടുവേദന, കൈവേദന, കാലുവേദന. 21 years ഉള്ള ഞാൻ ക്ലിപ്പ് ഇട്ടപ്പോൾ എൻ്റെ ഏജ് ഒരു 19 വയസ്സുള്ള കിളവിമാരെ പോലെ ആയി തീർന്നു. പക്ഷേ ഞാൻ അവിടെ നിന്ന് തളർന്നില്ല. ഫസ്റ്റിലൊക്കെ എൻ്റെ കോല കാണുമ്പോൾ എന്നെ കാണുന്നവരൊക്കെ പറയുന്നത് നിനക്കെന്താ വയ്യേ, നീ എന്തോ പറ്റിയല്ലോ, ആ പണ്ടത്തെ ഉഷാറൊക്കെ പോയല്ലോ. ഞാൻ പറഞ്ഞതാ ഇങ്ങനെയാണ്, 4 ത്രികോണ പല്ലുകളൊന്നും ഇല്ല, അതിൻ്റെതായതുണ്ട്. അപ്പോൾ ഇതൊക്കെ എപ്പോഴാ നന്നാവാ, ഇനി ഈ 4 പല്ല് വരുമോ, എന്താണ് ഇവർ ഈ പറയുന്നത്, 4 പല്ല് വരുമെന്ന്. നോട്ട് ദ പോയിന്റ്. അവരെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ വിചാരിക്കുന്നത് അവർക്ക് ഇതിനെ കുറിച്ചിട്ട് വലിയ ഐഡിയ ഉണ്ടാവില്ല, അവരുടെ പല്ല് ഇവർ ഇതുപോലെ തന്നെ ഫിക്സ് ചെയ്തിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് കാണുന്ന ഇനി ആളുകളെങ്കിലും ഇനി ആരോട് ചോദിക്കാണ്ടേക്കാം, 4 പല്ല് ഇനി വരില്ല, അതവിടെ ക്ലോസ്. ഇനി ഈ പല്ലുകളെല്ലാം നമ്മളിവിടെ ഫിക്സ് ചെയ്ത് സൈഡിലേക്ക് വലിച്ചെടുക്കുക ചെയ്യാം. അങ്ങനെ എടുത്ത എൻ്റെ പല്ലുകളാണ് ഈ കാണുന്നതെല്ലാം ഗൈസ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഗ്യാപ്പൊക്കെ വരുന്നുണ്ടോ എന്ന് ഡൗട്ട് ഉണ്ട്. അങ്ങനെ വരാനും ചാൻസ് ഉണ്ട് കേട്ടോ. പല്ല് നമ്മൾ ക്ലിപ്പിട്ട് വെച്ചിട്ട് കാലാകാലം എന്താ പറയുക, മുത്തുമണി പോലെ, മുത്തുപവിഴങ്ങളെ പോലെ ആ പല്ല് നിൽക്കൊന്നുമില്ല, മറയും. അതിനൊക്കെ വേറെ സ്റ്റോറി ഉണ്ട്. സോ അങ്ങനെ ഇട്ടു, കാലങ്ങൾ പോയി, പല്ല് എന്താ പറയുക, അത് കഴിക്കാൻ പറ്റില്ല, ഇത് കഴിക്കാൻ പറ്റില്ല, മീറ്റ് പറ്റൂല, കോഴി പറ്റൂല, പിന്നെ പുറത്തുനിന്ന് അൽഫാമൊക്കെ കാണുമ്പോൾ ഞാനിങ്ങനെ നോക്കി ചിരിക്കും. എന്ന് വെച്ചാൽ എനിക്ക് വേറെ വഴിയില്ലേ നോക്കി ചിരിക്കാന്നല്ലാണ്ട്. ഞാൻ പറയാം എനിക്ക് പറ്റൂല, എനിക്ക് അതുകൊണ്ടാണ് എനിക്ക് തിന്നാൻ പറ്റില്ല, ഞാൻ വല്ല ലൈമോ ജ്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറിച്ച് ഞാൻ അങ്ങനെ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. ഒരു 4-5 മാസം വരെ ഞാൻ അങ്ങനെ ഓടി. പിന്നെ ഞാൻ പല്ലിൻ്റെ ക്ലിപ്പ് അങ്ങോട്ട് പൊട്ടാണെങ്കിൽ പൊട്ടട്ടെ, എനിക്ക് അങ്ങോട്ട് ഒരു പ്രശ്നവും ഇല്ല. എൻ്റെ സ്വഭാവം മാറി. എന്താ വെച്ചാൽ ഭക്ഷണം കിട്ടാനാകുമ്പോൾ എൻ്റെ ഉള്ളിലുള്ള ആശ ശരിക്കും പുറത്തേക്ക് വന്നു. വാട്ട് എവർ ഇറ്റ് ഈസ്, എനിക്ക് എന്തായാലും ഫുഡ് വേണം എന്നുള്ളതിൽ. അങ്ങനെ ഞാൻ കഴിച്ചു. എൻ്റെ പല്ലിൻ്റെ കമ്പി പൊട്ടാൻ തുടങ്ങി. പിന്നെ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി. ഡോക്ടർ പറഞ്ഞ് ആവശ്യമില്ലാത്തത് വലിച്ചു വാരി കഴിക്കരുത്, നിങ്ങൾക്കറിയാലോ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ആയതെന്ന്, അപ്പം നിങ്ങൾ അതിനനുസരിച്ച് നിൽക്കണമെന്ന്. ബട്ട് ഞാനത് കേൾക്കാറില്ല. ഞാൻ വീണ്ടും പോയി കഴിക്കും, വീണ്ടും പൊട്ടും, വീണ്ടും പോകും. അറ്റ്ലാസ്റ്റ് ഡോക്ടർ പറഞ്ഞു ഇക്കഥയാണെന്നുണ്ടെങ്കിൽ ഇനി ഇങ്ങോട്ട് വരണമെന്നില്ല, ആ പല്ലുമായിട്ട് അവിടെ തന്നെ ഇരുന്നോളൂ, പിന്നെ ഗ്യാപ്പൊക്കെ കൂടി വയസ്സന്മാരെ പോലെ ആയി തീരുന്നു മാത്രമേ ഉള്ളൂ.
അങ്ങനെ പിന്നെ കുറച്ച് പിന്നെ ഞാൻ പേടിച്ചു. ബട്ട് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിലൊക്കെ ഞാനിങ്ങനെ അവിടെ ഇവിടെയൊക്കെ വെച്ച് കഴിക്കാനൊക്കെ നോക്കാറുണ്ട്. അങ്ങനെ 2 കൊല്ലം പോയി. അതിൻ്റെ ഇടയിൽ എൻ്റെ കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് ഞാൻ ഈ പല്ലിനെ ക്ലിപ്പ് ഇട്ടിട്ടായിരുന്നു നടന്നത്. ഫോട്ടോസൊക്കെ ഉണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ ഫോട്ടോസൊക്കെ കിട്ടാൻ തന്നെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വേണ്ടല്ലോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കോമെൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. എല്ലാ ഫോട്ടോയിലും നല്ല അലമ്പായിട്ടുണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ മാക്സിമം പല്ല് ക്ലിപ്പില്ലാത്തത് ഞാൻ കാണാൻ ട്രൈ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും ക്യാമറമാനെ ഞാൻ സ്മരിക്കുന്നു, താഹിർ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പോൾ അവന് മാക്സിമം നോക്കിക്കണം എൻ്റെ പല്ല് കാണാത്ത ലെവലിൽ എടുക്കാനും. ഞാനിങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നു എൻ്റെ പല്ല് കാണുന്നുണ്ടോ, അത് ബോറായിട്ട് തോന്നുന്നുണ്ടോ. അപ്പം പറഞ്ഞാൽ ഇറ്റ്സ് ഓക്കെ, കുഴപ്പമൊന്നുമില്ല, അത് നമ്മൾ എഡിറ്റ് ചെയ്തത് കയറ്റും. അങ്ങനെ അല്ല ഓന് എഡിറ്റ് ചെയ്തിട്ട് ആൽബത്തിലേക്ക് എഡിറ്റ് ചെയ്തിട്ട് കയറ്റിയത്. പക്ഷെ PDF എത്ര ഉണ്ടല്ലോ അവർ ചെയ്യണതിന് ഒരു ലിമിറ്റ്. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. എൻ്റെ അവസ്ഥ അങ്ങനെ ആയിരുന്നു. ഞാൻ ഡോക്ടറോട് പറഞ്ഞിരുന്നു ആ സമയത്തൊന്നും ഇത് അയക്കാൻ പറ്റും. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് ആ സമയത്ത് അയച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനിയും ഓപ്പൺ ചെയ്യുന്നത്, അതായത് സ്റ്റാർട്ടിങ് മുതൽ ഇടുന്ന ഒരു 1 ഇയറിൻ്റെ മേലെ ഞാൻ ഇട്ട് കഴിഞ്ഞിരുന്നു ആ സമയമാകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതുപോലെ തന്നെ പിന്നും 1 ഇയർ മുന്നേ ഇട്ടത് എന്താണോ ഫീൽ അതുപോലെ തന്നെ സ്റ്റാർട്ടിങ് മുതൽ തുടങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മതി, നിർത്താം, കുഴപ്പമില്ല, കല്യാണമൊക്കെ അങ്ങനെയൊക്കെ അങ്ങോട്ട് പോട്ടെ. എല്ലാവരും കല്യാണത്തിനാണ് ഏറ്റവും അടിപൊളിയായിട്ട് ഒരുങ്ങാൻ വേണ്ടി നോക്കുന്നത്. ബട്ട് ദ ടൈം വാസ്, എനിക്ക് ഏറ്റവും എൻ്റെ നല്ല കാര്യങ്ങൾ ഏറ്റവും മോശം സമയത്താണ് നടക്കുന്നത് ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ ഒക്കെ എനിക്ക് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്ത ആളാണ് ഞാൻ. എല്ലാ അങ്ങനത്തെ തരം വിശ്വാസങ്ങൾ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷെ എനിക്ക് ചിലത് നമ്മുടെ എക്സ്പീരിയൻസിൽ വരുമ്പോൾ നമുക്ക് എന്തായാലും അത് വിശ്വസിക്കാമല്ലോ. അപ്പം അങ്ങനെ ടോപ്പിക്ക് മാറിയില്ലേ, പല്ലൊന്നും കല്യാണത്തിലേക്ക് എത്തി. സോ അങ്ങനെയൊക്കെ ആയിരുന്നു ജീവിതം. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റീറ്റെയിനർ ഇട്ടു. റീറ്റെയിനർ ഇടാൻ പോകുമ്പോഴുള്ള ഉള്ളത്തൊരു ഫീൽ ഉണ്ട്, ഇത് എന്താ പറയുക, മറ്റേ മഞ്ഞ് വീഴുന്ന ഫീല്, ആ സാധനം ഉണ്ടല്ലോ. അതായത് ഇത് മാറ്റിയിട്ട് ഈ റീറ്റെയിനറിനെ ഞാൻ സത്യം പറഞ്ഞാൽ അറിയാത്ത കാര്യമാണ്. ഞാൻ വിചാരിച്ചു ഇത് കഴിഞ്ഞിട്ട് എൻ്റെ പല്ല് ഇതുപോലെ ഇങ്ങനെ കൊണ്ട് നടക്കുന്ന വിചാരിച്ചത്. പക്ഷെ അങ്ങനെയല്ല സംഭവിച്ചത്. ഓട്ടോമാറ്റിക്കലി മാറി. അവർ ചെന്ന പാടന്നെ പല്ലെല്ലാം എടുത്ത് ഈ കമ്പിയെല്ലാം എടുത്ത് പുറത്തിട്ട് ക്ലീൻ ചെയ്ത് തന്ന്. പിന്നെ എൻ്റെ 2-3 പല്ലിനും ഒന്ന് എന്തോ ഒരു സംഭവം ചെയ്ത് തന്നു കഴിഞ്ഞ് ബുദ്ധിമുട്ടൊന്നും വരാണ്ടൊക്കെ. ഓൾറെഡി നമ്മൾ ഗമ്മൊക്കെ ഇതാവുന്നതല്ലേ. അപ്പോൾ അതൊക്കെ ചെയ്തതിന് ശേഷം അവരൊരു മാവ് കൊഴിച്ച് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെന്താ, വാട്ട് ഈസ് ദിസ്, ഞാൻ പറഞ്ഞ ലിസ്റ്റിൽ ഇല്ലാത്ത സാധനമാണല്ലോ. അവരതെല്ലാം കൊഴിച്ചിട്ട് എൻ്റെ പല്ലിൻ്റെ ഉള്ളിലേക്ക് അമർത്തിക്കാൻ. എനിക്ക് പിന്നെ ഒന്നും പറയാൻ കഴിഞ്ഞില്ല. കയ്യപ്പോൾ ഞാൻ ചോദിച്ചു ഡോക്ടർ ഇതെന്താണ് സംഭവം. അപ്പോൾ ക്ലിനിക്കിലെ ഡോക്ടർ പറഞ്ഞു ഇതാണ് റീറ്റെയിനർ, ദിസ് ഈസ് കോൾഡ് റീറ്റെയിനർ. ഇനി അങ്ങോട്ട് ജീവിതകാലം മൊത്തം ഇതാണ് ഉണ്ടത്. ഞങ്ങൾ ഇതൊന്നും ആദ്യം പറഞ്ഞിട്ടില്ല. റീറ്റെയിനർ ഉണ്ടോ, റീറ്റെയിനർ ഇട്ടില്ലെങ്കിൽ ഈ പല്ലിൻ്റെ ഷേപ്പൊക്കെ പെട്ടെന്ന് അലയൻസ് ഒക്കെ മാറും. ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത ഒരു പല്ലിനെ അതിൻ്റെ പൊസിഷനിൽ നിന്നും മറ്റൊരു പൊസിഷനിലേക്ക് എത്തിച്ചതാണ്. സോ റീറ്റെയിനർ ഈസ് ദ മസ്റ്റ് ക്രൈറ്റീരിയ. പിന്നെ ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. അപ്പോൾ ഈ റീറ്റെയിനർ ആയി വരാൻ ഒരു 1 വീക്ക് എടുത്തിട്ടുണ്ട്. അതുവരെ ഞാൻ ചില്ലുമ്പുള്ളിയായിട്ട് ഫുള്ള് ഫോട്ടോസ്, എൻ്റെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഞാൻ ഫോട്ടോസ് എടുക്കാറുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് വെട്ടിപ്പിടിച്ചുണ്ടാക്കിയ സാധനമാണ്. സോ ഐ മസ്റ്റ് എനിക്കിത് കാണിക്കണം, കാണിച്ചേ പറ്റൂ. അങ്ങനെ ഞാൻ അതൊക്കെ ചെയ്തു ഇതായി. പിന്നെ ഞാൻ റീറ്റെയിനർ ഇട്ടപ്പോൾ നല്ല പെയിനായിരുന്നു. അപ്പോൾ ഞാൻ സീനങ്കാട്ടി നല്ല കമ്പിയായിരുന്നു, പല്ലിക്കമ്പി. അതാകുമ്പോൾ പിന്നെ ഇത്ര വലിയ ക്ലിപ്പ് വലിയ വിഷയമില്ലായിരുന്നു. ഇത് ഭക്ഷണം കഴിക്കുമ്പോൾ എടുത്ത് പുറത്ത് വെക്കണം, ഒരു കല്യാണത്തിന് മുമ്പ് എടുത്ത് പുറത്ത് വെക്കണം. നമ്മൾ കല്യാണത്തിനൊക്കെ ഏറ്റവും നല്ല മാറ്റി ഒരുങ്ങി നല്ല അടിപൊളിയായിട്ട് പോകുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ ചിക്കൻ തിന്നാണെന്നുണ്ടെങ്കിലും സാധാ ചോറ് വെള്ളം ഒഴുകി എന്ത് കഴിക്കണമെന്നുണ്ടെങ്കിലും ഈ സാധനം എടുത്ത് പുറത്ത് വെക്കണം, വേറെ നിവർത്തിയില്ല. അതാണ് സത്യാവസ്ഥ. സോ ഇതെടുത്ത് പുറത്ത് വെക്കുക, എടുത്ത് കഴിക്കുക. ഇത് കാണുമ്പോൾ ഒന്ന് ചമ്മിപ്പോയി. അതിൻ്റെ അടുക്ക് എൻ്റെ ഫ്ലാഷ് ഒന്ന് ഓഫായി. ഞാൻ ഫ്ലാഷിലാണ് വീഡിയോ എടുത്തത്. സോ ഇത് വേറൊരു സ്ഥലത്ത് ഞാൻ സെറ്റ് ചെയ്തിട്ട് പറയണം. അപ്പം അങ്ങനെ പല്ലിന് റീറ്റെയിനർ വെച്ചു. ഞാൻ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ അങ്ങനത്തെ വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ ഫേസ് ചെയ്തു. ബട്ട് ദ ട്രൂത്ത് ഈസ് പല്ല് വാസ് ഓക്കെ എന്നാണ് ക്ലിയർ. നിങ്ങൾ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് എത്രത്തോളം കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല, അത്രയും ക്ലിയർ ആണ്. ബട്ട് ഇത് നമ്മൾ റീറ്റെയിൻ ചെയ്ത് നടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയ ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത്രയും ആവശ്യമുള്ള ആളുകൾ മാത്രം പല്ലിന് കമ്പി ഇടാൻ ശ്രമിക്കുക. അല്ലാണ്ട് വെറുതെ അങ്ങോട്ട് എന്താ പറയുക, എൻ്റെ അതിങ്ങനാണ് ഇതിങ്ങനാണ് അങ്ങനെ ചെറിയ ചെറിയ കാര്യത്തിനൊക്കെ കമ്പിടാണ്ട് നല്ല ബുദ്ധിമുട്ടാണ്. അത് ഇല്ലാണ്ട് നമുക്ക് പറ്റൂല. അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രം കമ്പിടുക. അതാണ് എനിക്ക് നിങ്ങളെ റെക്കമെൻഡ് ചെയ്യാനുള്ളത്. അത് ആരായാലും. പിന്നെ തന്നെ നമ്മളെ പല്ലിനെ നല്ല നോക്കുക, നല്ല ബ്രഷ് ചെയ്യുക, നല്ല ക്ലീൻ ചെയ്ത് നമ്മൾ കൊണ്ടെടുക്കുക. അപ്പം തന്നെ നമുക്ക് എന്താ പറയുക, ഹെൽത്തി ആയിട്ടുള്ളൊരു പല്ല് നമുക്ക് കിട്ടും. സോ നമ്മുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ചിരിക്കും കുറേ കാര്യങ്ങൾ.
എനിവേ എന്താ പറയുക, ഇത് ഇൻസ്പയർ ചെയ്തിട്ട് ആരെങ്കിലും പോയി ഇനി പല്ലിന് കമ്പി ഇടാൻ പോകുന്നവർ ഇടാണ്ട് നിൽക്കണം അങ്ങനെ എന്തല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ഇട്ടോളൂ, നിങ്ങളെ ബേസ് ചെയ്തിട്ടാണ്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ എന്ന് പല്ലിട്ടായാലും യു മസ്റ്റ് വെയർ റീറ്റെയിനർ. റീറ്റെയിനർ എന്നുണ്ടെങ്കിൽ അത് റീറ്റെയിൻ ചെയ്യാനാണ്. നമ്മുടെ ആ പല്ല് ഇലാസ്റ്റിസിറ്റി പോയതാണ് ഓൾറെഡി. അതായത് നമ്മൾ ക്ലിപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പല്ലിൻ്റെ ഇലാസ്റ്റിസിറ്റി പോവും, ആ ഒരു കറക്റ്റ് ഗമ്മിൽ നിന്നത് പോവും. അപ്പം അത് റീറ്റെയിൻ ചെയ്യാനാണ്, ആ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ്. കണ്ടില്ലേ, ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ചെയ്യുന്നത്. ചില സമയത്തൊക്കെ എനിക്ക് ചെറിയ നടുവിലൊക്കെ ഒരു വര പോലെ തോന്നും, അതായത് ഒരു ഗ്യാപ്പ് വരുന്ന പോലെ. അതായത് പുറമേയുള്ള ആൾക്കാരോട് പറയുമ്പോൾ അവർ പറയേ നോ 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 നിനക്ക് ഗ്യാപ്പും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് അവർ പറയെങ്കിലും, പക്ഷേ വി ഫീൽ ലൈക്ക് ദാറ്റ്. അതായത് നമുക്ക് ചെറിയ ചേഞ്ച് പോലും ഉണ്ടാകുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് എഫക്റ്റ് ചെയ്യും. നല്ല രീതിക്ക് നമുക്ക് തോന്നും നല്ല ചേഞ്ച് ഉണ്ടല്ലോ, പല്ലിന് ഗ്യാപ്പ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് കണ്ണാടിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കും. എൻ്റെ ഉമ്മ അങ്ങനെ പറയും, നീ ഇങ്ങനെ ചിന്തിച്ച് അതെന്നെ ചിന്തിച്ച് നടക്കുന്നതിനോടാണ് എനിക്ക് മേ ബി അങ്ങനെ തോന്നണം. മേ ബി അതായിരിക്കും. പക്ഷേ റീറ്റെയിനർ ഈസ് എ മസ്റ്റ് പ്രോസസ്. ഞാൻ 2 ദിവസം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആ സാധനം പിന്നെ ഇടുമ്പോൾ എൻ്റെ സാറേ എല്ലാ നക്ഷത്രം ഞാൻ ഒപ്പരം കാണില്ല, അത്രയും പെയിൻഫുൾ ആണ്. അപ്പോൾ ഇടാൻ നോക്കാം, മാക്സിമം ഉള്ളത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കാം. നമ്മൾ എന്തിലേക്ക് എത്തുന്നതിനേക്കാളും ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഉള്ളതിനെ മെയിൻറ്റെയിൻ ചെയ്യലാണ്. സോ ബൈ, ദിസ് ഇസ് ആയിഷ. നിങ്ങൾ എന്തായാലും എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ലോങ് വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കോമെൻറ്റ് ചെയ്യുക. ആൻഡ് ന്യൂ ഫോളോവേഴ്സ് ഒക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. വളരെ ചെറിയൊരു 136 ആളുകളാണെങ്കിൽ പോലും ഇറ്റ് വാസ് മൈ വേൾഡ്. എന്താ പറയുക, എനിക്ക് ഈ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഒരു 4-5 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടിയപ്പോൾ എനിക്ക് വേറെ എന്തോ കിട്ടിയൊരു ഫീലായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. സോ നിങ്ങളാണ് മെയിനായിട്ട് എന്നെ ഇവിടെ എത്തിക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലും വീഡിയോസ് എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുക, ഞാൻ വീഡിയോ ചെയ്യുന്നതാണ്. എന്നെ കൊണ്ട് പറ്റുന്ന പരമാവധി രീതിയിൽ ഞാൻ ചെയ്യുന്നതാണ്. ഉള്ള ഈ ആംബിയൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാറ്. എനിക്ക് വേറെ എക്സ്ട്രാ ലൈറ്റോ കാര്യങ്ങളൊന്നുമില്ല, ഞാൻ ഇതിൻ്റെ ഫ്ലാഷിൽ തന്നെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. സോ ടു ബി ഫ്രാങ്ക്, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ വീഡിയോസിന് ലൈക്ക് ചെയ്യുക, എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ ബട്ടൺ അമർത്താനാകുമ്പോൾ എൻ്റെ പുതിയ വീഡിയോസ് വരുമ്പോൾ നിങ്ങളിലേക്ക് എത്തും. എനിവേ ബൈ. ഇനി നല്ലൊരു വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. ബൈ.